Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Okay. നമ്മുടെ സിക്സ്ത് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സിക്സ്ത് മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സിക്സ്ത് മോഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ? പേയ്മെന്റ് അടിച്ചിട്ടുണ്ടോ? ഇന്ന് കിട്ടിയല്ലേ? പറഞ്ഞു തരാം കേട്ടോ. Okay, chapter 2, operations and maintenance of a hospital in administration view. ഇതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ശ്രദ്ധിച്ചിരിക്കാട്ടോ. One is healthcare operations management. എന്താണ് healthcare operation management എന്ന് പറഞ്ഞാൽ? Operation management in healthcare refers to overseeing the day-to-day practice of a healthcare facility that impact the client experience and the organization costs. These practices are typically broken down into three components: administrative, financial, and legal. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്? ഹെൽത്ത് കെയർ refers to overseeing the day-to-day practice of a healthcare facility that impacts the client experience and the organization cost. ഫസ്റ്റ് ലൈൻ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവര് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷൻ ഗോൾസിനെയും സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാം, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെയും അതുപോലെ ഓർഗനൈസേഷൻ ഗോൾസിന്റെയും സ്വാധീനിക്കുന്നത്. രണ്ടിന്റെയും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷൻ ഗോൾസിനെയും സ്വാധീനിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തെയുമാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്: അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ. ഇനി നോക്കിയേ, ഫിനാൻഷ്യൽ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ലീഗൽ ഉണ്ട് അല്ലെ? ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഫിനാൻഷ്യൽ responsibilities often involve managing claims, medical billing, revenue cycle management, and value-based reimbursement. Okay. ഫിനാൻഷ്യലുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാനേജിങ് ക്ലെയിംസ് അല്ലെ, ക്ലെയിംസ് കിട്ടുന്നത്, അതുപോലെ മെഡിക്കൽ ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്, തിരിച്ചടവുകൾ. ഇപ്പൊ സർജറിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നുണ്ട് അല്ലെ? ഒരു സർജറിക്ക് ഒരു 6 ലക്ഷം രൂപയാകും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 6 ലക്ഷം രൂപ കെട്ടിവെക്കും. ആ കെട്ടിവെച്ച് കഴിഞ്ഞ്
ആ സർജറി കഴിഞ്ഞതിന് ശേഷം സെറ്റിൽ ചെയ്യുമ്പോൾ അത്രയും പൈസ ക്യാഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് അവർ തിരിച്ചു നൽകുന്നുണ്ട്. അതാണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സർജറി കഴിഞ്ഞ സർജറിക്ക് ഇത്ര രൂപ കെട്ടി വെക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടി വെക്കുമ്പോൾ അതിനുശേഷം സർജറി കഴിഞ്ഞ് ഇത്രയും രൂപ ആയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അവർ തരാറുണ്ട്. അതാണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടത്. അണ്ടർലൈൻ ചെയ്തു വെക്കാം. മാനേജിംഗ് ക്ലെയിംസ്, മെഡിക്കൽ ബില്ലിംഗ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവിൽ ഏതൊക്കെയാണ് വരുന്നത്? Administrative tasks may include keeping detailed record of medical and office supplies, scheduling employees, responding to questions from staffs and customers, and updating patient records. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് നമുക്കറിയാം എന്താണ് റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സുമായിട്ട് ഓഫീസ് അല്ലെ, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. മെഡിക്കൽ ഏരിയ അല്ലാത്ത ഒരു ഏരിയ ആണ് അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്നത്. റിപ്പോർട്ട്സുകൾ, പല റെക്കോർഡ്സുകളുടെ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്, ഷെഡ്യൂളിംഗ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിലുകൾ ഉണ്ടാവും. മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസുകൾ, ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്, റെസ്പോണ്ടിങ് ഓൺ ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? പേഷ്യൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് പേഷ്യൻസ് റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നത്. ഇനി നോക്കാം ലീഗൽ പ്രാക്ടീസ് യൂഷ്വലി revolve around complaints and credentialing. Credentialing എന്ന് പറഞ്ഞാൽ അധികാരം. Credentialing means അധികാരം. Complaints എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് അല്ല. കംപ്ലൈന്റ്സ് അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാലിക്കുക. നമ്മള് ഈ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പറഞ്ഞിട്ടില്ലേ, പാലിക്കുക എന്നതുകൊണ്ട് അല്ലെ. കംപ്ലൈന്റ്സ് പല വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയിൽ. അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ. കംപ്ലൈന്റ്സ് പാലിക്കുക എന്നുള്ളത്. കംപ്ലൈന്റ്സ് മീൻസ് പാലിക്കുക. ക്രെഡൻഷ്യലി അധികാരം. Essentially, those who work in healthcare operations management focus on overseeing the facility and staff functions to play a vital role in the delivery of care. Healthcare operation management വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫെസിലിറ്റീസ്, അതുപോലെ സ്റ്റാഫ് ഫങ്ഷൻസ് ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന അവരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മള് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫെസിലിറ്റീസുകൾ, അതുപോലെ സ്റ്റാഫ് ഫങ്ഷൻസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ? പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നത് കൊണ്ടാണ്. ആ രണ്ട് കാര്യങ്ങൾ, പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് ഫങ്ഷൻസും അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ലീഗലി പ്രാക്ടീസ് revolve around complaints and credentialing അല്ലെ. അധികാരം. Credentialing means അധികാരം. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ പാലിക്കും. ലീഗലി ആയിട്ടുള്ള കാര്യങ്ങള് എന്തിനൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അധികാര പരിപാലനങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ലീഗലിയുള്ള കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അധികാര പാലനങ്ങളെ ചുറ്റിപ്പറ്റിട്ടോ. ലീഗലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ താഴത്തെ രണ്ട് ലൈൻ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ്? ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസും സ്റ്റാഫിന്റെ ഫങ്ഷനും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റാഫിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ ഫെസിലിറ്റീസ് നല്ല രീതിയിലാണോ ആണ് ഫോക്കസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ആണ് the importance of operation management in healthcare. The importance of operations healthcare, operations management in healthcare cannot be overstated. Overstated എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് പറയാനായിട്ട് കഴിയില്ല. Overstated cannot be overstated. The importance of the operation management in healthcare cannot be overstated. ഈ operation management importance കുറിച്ച് നമുക്ക് അധികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. As the healthcare industry is incredibly അവിശ്വസനീയമായ incredibly means അവിശ്വസനീയമായി diverse and operations often require unique solution based on the variety of factors. If you are an urgent care clinic, for example, the way you operate is different than that of an assisted living facility. ഇവിടെ പറയുന്നത് healthcare operation management പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാനായിട്ട് കഴിയില്ല. healthcare industry എന്താണ് അവിശ്വസനീയമായ വൈവിധ്യമാർന്നതാണ്. healthcare industry എന്താണ് അവിടുത്തെ പല പ്രവർത്തനങ്ങളും എന്താണ് സൊല്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ പറയുന്നത് healthcare software options that support operation management vary widely, so it's crucial to understand that what each solution offers and how it suits your need and customer base. ഇവിടെ പറയുന്നത് ഈ എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവിശ്വസനീയമായ കാര്യമാണ് അല്ലെ. അവർക്ക് നമ്മളെന്താ പറയുന്നത് ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മാത്രമല്ല ക്ലിനിക് ആയിക്കോട്ടെ അതുപോലെ തന്നെ മ്യൂസിക് കെയർ ആയിക്കോട്ടെ അവിടെയെല്ലാം ഓപ്പറേഷൻ മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അപ്പം ഏത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരു ക്ലിനിക് ആയിക്കോട്ടെ അതുപോലെ തന്നെ മ്യൂസിക് ഹോം ആയിക്കോട്ടെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കേണ്ടത് ഓപ്പറേഷൻ മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ആയിക്കോട്ടെ അതുപോലെ ക്ലിനിക് ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ പ്രോപ്പർ ആയിട്ട് നടക്കേണ്ട ഒന്നാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. സോ അതിനാവശ്യമായിട്ടുള്ള ചലഞ്ചുകൾ ഉണ്ട്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും എന്താണ് നമ്മൾ ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മള് ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് നടത്തണമെങ്കിൽ അതിലെന്തുണ്ട് നമ്മൾ കുറെ ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താവശ്യമാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട് സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അല്ലെ. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ അപ്പോ എന്താണ് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഹോസ്പിറ്റലിൽ ഓരോ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ healthcare software options that support the operation management vary widely, so it's crucial to understand what each solution offers and how your needs and customer base. ഇതാണ് രീതിയിൽ ഓരോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ നഴ്സിംഗ് ഹോംസ് ആയിക്കോട്ടെ ക്ലിനിക്കിലായിക്കോട്ടെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻസുകൾ കറക്റ്റ് ആയിട്ട് നടത്തണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. നമ്മള് എന്തിൽ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലേ സോഫ്റ്റ്വെയർ. ഏത് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർസ്?
ആർക്കും ഓർമ്മയില്ല? എവിടെയെങ്കിലും ഡിപ്ലോമയിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ? ഇല്ല. HIS ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്നാലും ആ ചാപ്റ്ററിൽ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ എവിടെയാണ് സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്? എവിടെയാണ്? HIS അല്ലെ? നമ്മൾ HIS പഠിച്ചിട്ടുണ്ട് അല്ലെ? പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഹോസ്പിറ്റലുകളിലൊക്കെ മാനുവലി ആണോ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് അല്ലെ? പേപ്പർ വർക്ക്സ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ്? മാനുവലി ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നീടാണ് എന്ത് വന്നത്? സോഫ്റ്റ്വെയർ അല്ലെ? എല്ലാം ഡാറ്റാബേസിലോട്ട് മാറിയത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പേപ്പർ വർക്ക്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാനായിട്ട് അല്ലെ? ഓരോ വർഷങ്ങൾ പോകുന്തോറും അത് നമ്മുടെ കയ്യിൽ മിസ്സായി പോവാനായിട്ടും അത് ചിലപ്പോൾ ഡാറ്റകളൊക്കെ കളഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിലോട്ട് ഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഡാറ്റകളൊക്കെ ഓരോന്നും എൻട്രി ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്? സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണെന്ന് നമ്മുടെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റും. എറേഴ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രോപ്പർ ആയിട്ട് എപ്പോഴും വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള HIS വഴിയൊക്കെ നമ്മുടെ വർക്കുകൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. സ്ട്രെസ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് കെയർ ബാക്കിയുള്ള സമയങ്ങളിൽ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, പ്രോപ്പർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് can help you overcome a variety of obstacles. Obstacles എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ കേട്ടോ, തടസ്സങ്ങൾ. So you can provide excellent customer service at every interactions. The right solution can eliminate manual processes to save you both time and the money, and it can make the HIPAA complaints easier and more consistent. Implementing proper tools can also improve staff and client communication, promote more effective collaboration among the providers, and reduce or eliminate illness in your bottlenecks. തടസ്സങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോ ആ തേർഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ശരിയായ രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തടസ്സങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് ആ തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ആ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശരിയായ സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ ആളുകൾക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് എന്താണ് ഈ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കാം. ശരിയായ സംവിധാനം എന്ന് പറയുന്നത് എന്തിനെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്? എന്തിനെയായിരിക്കാം? കറക്റ്റ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് കെയർ കൊടുക്കാൻ പറ്റും. ടൈം അതുപോലെ തന്നെ മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്തിലൂടെയാണ് നമുക്ക് അത് സാധിക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞത് ഇതിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയാണ് ചോദിച്ചത് നേരത്തെ. സോഫ്റ്റ്വെയർ അല്ലെ? സോഫ്റ്റ്വെയർ സംവിധാനങ്ങള് നമ്മള്
പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നതിലൊക്കെ ആളുകൾക്ക് എന്താണ് ഏത് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് അല്ലെ നമ്മുടെ ടൈം അതുപോലെ തന്നെ മണി കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും ടൈം നമുക്ക് ചുരുക്കാൻ പറ്റും അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മുടെ വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആളുകളെ എൻഗേജ് ചെയ്യാനായിട്ട് അല്ലെ ടൈം സേവ് ചെയ്തിട്ട് ആ ടൈം നമുക്ക് അവിടെ ആരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും പേഷ്യൻസിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ശരിയായ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ബെറ്റർ കെയർ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ടൈം ആൻഡ് മണി സേവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമുക്ക് തടസ്സങ്ങളത് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് അല്ലെ തടസ്സങ്ങൾ ഉണ്ടാവാം അത് ഓവർകം ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സഹായിക്കുന്നുണ്ട് മനസ്സിലായോ പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണോ വായിച്ചു ഇത്രയും വരെ എടുത്തത് ഫുൾ ഫോം എന്താ HIPAA നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഫുൾ ഫോം ഓർമ്മയില്ലേ ആലോചിച്ച് നോക്കിയേ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കമന്റ് ഇടുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്
ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ. ബോട്ടിൽനെക്സ് തടസ്സങ്ങൾ. Okay, next നോക്കാം കേട്ടോ. Challenges ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Efficient operation of the hospital is one of the major concern. Concern meaning എന്താ? Concern എന്ന് പറഞ്ഞാൽ ആശങ്ക. Areas for the management team of any organization as it involves the multiple departments, human activities, and interconnected force involvement of the staff at different levels and more importantly, efficient use of scarce resources. പറയുന്നത് ഈ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ടീം ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക എന്ന് പറഞ്ഞാല് എന്താണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തില് അവരെന്താണ് ആശങ്കാജനകമായ രീതിയിലാണ് പോകുന്നത്. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ടീമിന്റെ എന്താണ് ഒരു ആശങ്ക അല്ലെങ്കിൽ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എഫിഷ്യന്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, ആദ്യം ഉപയോഗിച്ച് ചേർന്നാൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു പല തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വളരെ പാടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ഒരു ആശങ്കയുണ്ട്. നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആ എഫിഷ്യന്റ് പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താ പറയുന്നത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ടീമിനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞതിൽ എന്താണ് വളരെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓവർകം ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ്. As a result such of diversity, the challenges are also diverse and of fluctuating intensity, which requires detailing and working at the various levels of organization. The challenges have a high impact on productivity, employee morale, and patient satisfaction. നമ്മൾ പറഞ്ഞു challenges face ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ഏതൊക്കെ challenges ആണ്? These challenges have high impact on productivity അല്ലെ, ഹോസ്പിറ്റലിലെ പ്രൊഡക്ടിവിറ്റി അല്ലെ, റണ്ണിങ്ങിനെ ബാധിക്കുന്നുണ്ട് challenges. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന്റെ മൊറയില് അല്ലെ, എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ കോൺഫിഡൻസ്, അതൊക്കെ എന്താണ്, അതൊക്കെ ലോ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. എംപ്ലോയി മൊറയിൽ എന്ന് പറഞ്ഞാൽ മനോവീര്യമാണ്. മനോവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ്, മോട്ടിവേഷൻസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഹോസ്പിറ്റല് ലോ ലെവലിലേക്ക് പോകാനായിട്ട് ചാൻസ്. ഇതൊക്കെയാണ് ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള എന്താണ് ഇതിനുള്ള പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, some of the operational issues that need to be adjusted on priority basis. ചില പ്രവർത്തനങ്ങള് മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് താഴെ പോയിന്റ് വൈസ് ആയിട്ട് തിരിക്കുന്നത്. പോയിന്റ് വൈസ് ആണ്. ഓക്കെ, നമുക്ക് അതിനൊരു കാര്യങ്ങൾ എന്താണ് ഒരു പിക്ചറൊക്കെ നിങ്ങള് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് ചലഞ്ചസിൽ വരുന്നത്? Financial challenges at the hospital productivity, patient safety, circle regulatory standards and energy. Okay, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? Regulatory standards and energy methods.
എന്താണ് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, പേഷ്യൻസ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷണൽ ചലഞ്ചസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെന്നുണ്ടോ? ക്ലിയർ ആണോ നിങ്ങളുടെ PDF-ല്? ടെക്സ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ക്ലിയർ ആണല്ലേ? എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ട്. ഓക്കെ, എഴുതിയെടുത്ത് കഴിയുമ്പോൾ തമ്മിടണം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് പറയാം. അറിയില്ല, ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ അതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഏതെങ്കിലും സ്ട്രിക്റ്റ് അറിയില്ല. പോയിന്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് ക്രോഡീകരിച്ച് പറഞ്ഞു തരാം ചിലത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്. എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യണം അല്ലെ? പ്ലാനിങ് ചെയ്യാം, അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിലെ ഏതുതരം പ്രവർത്തനങ്ങളായാലും അത് പ്ലാൻ ചെയ്യണം, കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യണം. Maximization of bed management and usage of hospital facilities. Correct ആയിട്ട് hospital facilities hospital സൗകര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബെഡ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കാം. പിന്നെ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് the inpatient diagnosis and procedure പോസ്റ്റ്. അപ്പൊ എന്താണ് അവര് ഇൻപേഷ്യന്റിന്റെ ഡയഗ്നോസിസുമായിട്ടുള്ള കാര്യങ്ങൾ, പേഷ്യൻസിന്റെ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിന് വേണ്ട പോസ്റ്റ് കറക്റ്റ് ആയിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോസ്റ്റുകൾ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്? സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ആക്കുക കേട്ടോ. സ്ട്രീം ലൈനിങ് മീൻസ് സിംപ്ലിഫൈ. Streamlining and optimize the utilization of operation theatre. Operation theatre എല്ലാ വർക്ക് ഫ്ലോസും സിംപ്ലിഫൈ ആക്കുക. ഒപ്റ്റിമൈസേഷൻ എല്ലാ സോഴ്സിനെയും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് അത് എന്താണ് സിംപ്ലിഫൈ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. Streamlining and optimize the utilization of various assets including the high touch equipmentsകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സിംപ്ലിഫൈ ആക്കാനായിട്ട് നോക്കാം. Make time for a patient at various department and processes. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് ആയിട്ട് ഓരോ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചതാണല്ലോ. പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവരെ കറക്റ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മെഡിക്കേഷൻ എറേഴ്സുകൾ വരാൻ സാധ്യതയുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ടത് എറേഴ്സ് ഒന്നും വരാത്ത വിധം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർസിന്റെ കാര്യങ്ങൾ
ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ is cost for the patient. അപ്പോൾ അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ അവിടെ കിടക്കുന്ന ആ ഡ്യൂറേഷൻ അത് പ്ലസ് അതിന്റെ കോസ്റ്റ് അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യന്റ് കിടക്കുകയാണെങ്കിൽ അതിന്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ അതിന്റെ ആ കിടക്കുന്ന കോസ്റ്റ് വരുന്നുണ്ടല്ലോ അതിന്റെ കോസ്റ്റ് അത് രണ്ടും കൂടിയതാണ് അതിൽ പറയുന്നത് കേട്ടോ. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ കോസ്റ്റ് ഫോർ ദ പേഷ്യന്റ് കേട്ടോ. ഇതിൽ പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പേഷ്യന്റ് കിടക്കുകയാണെങ്കിൽ അതിന്റെ ആ ഡ്യൂറേഷൻ ഉണ്ട്, അത് പ്ലസ് എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ ചിലവുകൾ അത് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇത് എന്താണ് ഇനി നോക്കാം എന്താണ് ഇംപ്രൂവ്മെന്റ് ഇംപ്രൂവ്ഡ് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്സസ് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. എഫിഷ്യന്റ് ആയിട്ട് ഫലപ്രദമായിട്ട് കൃത്യമായിട്ട് ഓരോ പ്രോസസ്സുകളും പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ കെയറുകളായാലും എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വേസ്റ്റ് ഫ്രോഡ് ആൻഡ് അബ്യൂസ് ഓഫ് റിസോഴ്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്റ്റേജ് അല്ലെ. സ്റ്റേജ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റേജ്, മോഷണം സംഭവിക്കുന്നത്, അതുപോലെ തന്നെ വേസ്റ്റേജ് കളയുന്നത്, ഓരോ ഐറ്റംസുകളൊക്കെ അപ്പൊ അങ്ങനെ കളയാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അതൊക്കെ കൃത്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഒരു എന്താ മോള് വരെ എന്ന് പറയുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ചെയ്തിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് ചലഞ്ചസ് ഒന്നുകൂടി പറയാം. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ടീമിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നുള്ളതാണ് ആശങ്ക കാര്യം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് ന്യൂമറസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ, ഇന്റർ കണക്റ്റഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രോസസ്സുകൾ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിന് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രോസസ് കഴിഞ്ഞാൽ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത്, അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളായാലും അതിനും നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ റിസോഴ്സസ് കുറച്ച് റിസോഴ്സസുകൾ ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നടത്തുമ്പോൾ എന്താണ് അതിന് ചലഞ്ചസുകൾ വരുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആയാലും ലാർജ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെറുതായാലും വലുതായാലും അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് എന്ത് വരുന്നുണ്ട്? ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ചലഞ്ചസുകൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് അത് കറക്റ്റ് ആയിട്ട് നമ്മള് നോക്കാം. ഏതിനൊക്കെയാണ് ഇപ്പോ നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി റണ്ണിങ്ങിൽ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയി മൊറേലിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. മനോവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ ഒക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബാധിക്കുന്നത് എന്താണ്? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കാതെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെയൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ അത് ബാധിക്കുന്നത് കൃത്യമായിട്ട് അല്ലെ. അത് ബാധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയി മൊറേലിനെ ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അതിന് എന്താണ് കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയും ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനും ചലഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ചലഞ്ചസ് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ചലഞ്ചസുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചലഞ്ചസുകൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ശ്രമിക്കേണ്ടത്
ബന്ധപ്പെട്ടത് അത്യാവശ്യമാണ്. ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഉള്ള പ്രോബ്ലംസ് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അല്ലെ HIS ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോസ്റ്റ് വരുന്നില്ല, ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ റെക്കോർഡ്സുകൾ ഡാറ്റകളായാലും കൃത്യമായിട്ട് അതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ ചലഞ്ചസ് എന്ന് പറഞ്ഞാല്? ഒക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിലേ ഞാൻ പറഞ്ഞില്ലേ വരുന്തോറും ചാപ്റ്റേഴ്സ് ഇത്തിരി കട്ടിയാവും, നമുക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. വായിച്ചു നോക്കാട്ടോ ചാപ്റ്റേഴ്സ്. Next നോക്കാം കേട്ടോ. The benefits of a successful healthcare operations. Benefits ആണ് നമ്മൾ പറയാൻ പോകുന്നത്. There are the number of benefits to successful healthcare operations management. നല്ല രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത്കെയർ ഓപ്പറേഷൻസിന്റെ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്.
better client experience ആണ് ഫസ്റ്റ് പോയിന്റ്. Customers are more informed and have higher expectations for the healthcare service and offering excellent customer service is the vital for any business. അല്ലെ എന്താണ് നമ്മള് എന്താണ് കസ്റ്റമേഴ്സ് നമ്മുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ അവര് നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ടാണല്ലേ വരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോഴെന്താണ് നല്ല രീതിയിൽ കെയർ ചെയ്യും, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും, നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് അവർ വരുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും വലിയ വിജയം അല്ലെ. നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് അവിടെ വരുന്ന പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ പുറത്ത് പോകുമ്പോഴും മറ്റാളുകളോട് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് വരും, അതുവഴി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, റീച്ച് വരാനായിട്ട് ഇടവരും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ബിസിനസ് ആയിട്ടാണ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവരെന്താണ് ബിസിനസ് ആയിട്ടാണ് ഇപ്പോഴുള്ള ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. നമുക്കറിയാം ഒരു രോഗത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെ സ്കാൻ, ബ്ലഡ് ടെസ്റ്റ്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കും അല്ലെ. അപ്പൊ എന്താണ് അവിടെയും ബിസിനസ് ആണ്, പക്ഷെ എന്നാലും സർവീസ് കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും കൂടിയും. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാലേ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ, വൈറ്റൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമർ സർവീസ് എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. But it's especially important in healthcare wherever interaction can have significant consequences. Operational excellence require giving employees the proper tool to be confident and successful in customer interactions that are well prepared to deliver high quality care. By enabling healthcare workers with an easy to reach solution for communication that are tracking and appointment scheduling, you will be able to provide your clients with a consistent and high quality experiences, make it easier to develop the long-term relationship with that you serve more clients and grow the business. ഇവിടെ പറയുന്നത് എന്താണ്, നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതർവൈസ് ആണെങ്കിൽ അല്ലെ ചിലവര് പറയാറുണ്ടല്ലേ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പെരുമാറുന്നത് എന്താണ് മിസ്ബിഹേവ് ആയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില പ്രോബ്ലംസ് ഇല്ല അല്ലെ, ഔട്ട് പേഷ്യന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സിസ്റ്റർമാരായാലും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പെരുമാറുന്നത് അവിടേക്ക് പിന്നെ ജനങ്ങൾ പോകും ചെയ്യാം. അപ്പൊ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണ് അവര് പിന്നെയും പോകാനായിട്ട് കസ്റ്റമറോട് പറഞ്ഞ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷനിലൂടെ മറ്റുള്ളവരെയും ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ജനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എംപ്ലോയീസിന് കോൺഫിഡൻസ് ആയിട്ടും അതുപോലെ തന്നെ ഈ സക്സസ്ഫുൾ ആയിട്ട് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ടൂൾസ് നമ്മളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത് ടൂൾസ് എന്ന് പറഞ്ഞാല്, കസ്റ്റമേഴ്സിനായാലും എംപ്ലോയീസിനായാലും നല്ല രീതിയിൽ വർക്ക് അല്ലെ കസ്റ്റമർ സർവീസ് ആയാലും നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, എംപ്ലോയീസിനായാലും കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ടൂൾസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്ത് ടൂളായിരിക്കും? നമ്മളിപ്പോ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ ഡോക്ടേഴ്സിനെ, ഇഷ്ടമുള്ള ഡോക്ടർ ഇഷ്ടമുള്ള ഡേ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൈമിൽ ബുക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ എന്താ ഓൺലൈൻ സർവീസ് ആണ്, ഹോസ്പിറ്റലുകാർ നമുക്ക് തരുന്ന സർവീസ് ആണ് അല്ലെ. അപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അതുപോലെ നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് സ്റ്റാഫുകളുടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എറേഴ്സ് ഇല്ലാതെ അവർക്ക് വർക്കുകൾ കംപ്ലീറ്റ് ആക്കി ടൈം സേവ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ബില്ല് അടയ്ക്കാനായിട്ട് ഗൂഗിൾ പേ, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ നേരം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അല്ലെ. ബില്ല് അടയ്ക്കാനായാലും ഇപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിനായാലും അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഡെവലപ്പ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ ട്രാക്കിങ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽത്ത് വർക്കേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഡാറ്റാസുകള് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാനായിട്ടോ അങ്ങനെ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേഷനുകൾ നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. ഇത് ഈ ചാപ്റ്ററിൽ പറയുന്നത് സോഫ്റ്റ്വെയർ സംവിധാനത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെ നമുക്ക് എടുത്തു നിർത്താം. ഇത്രയും വരെ ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയുമ്പോഴേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ നേരത്തെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂൾ 5-ലൊക്കെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് മിസ് പറഞ്ഞത്. മിസ് എടുക്കുമ്പോൾ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം മലയാളത്തിൽ. ജസ്റ്റ് ഒന്ന് മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. റെക്കോർഡിംഗ് ക്ലാസ് ഒക്കെ കണ്ടാൽ മതി. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടാൽ ഓക്കെ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.